ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അംഗൻവാടികളിലും കുടുംബശ്രീയിലും നാഷണൽ ആയുഷ് മിഷനിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കുറഞ്ഞ യോഗ്യത വരുന്നത് 10ാം ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം കൊല്ലം ജില്ലയിൽ കണത്താർകുന്നം ഹാച്ചറിയിൽ പ്രോജക്റ്റ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. യോഗ്യത ഫിഷറി സയൻസിൽ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദമാണ്. പ്രായപരിധി 35 വയസ്സ് വരെയാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും വെള്ളപ്പേപ്പറിൽ അപേക്ഷയും സഹിതം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ജനുവരി 9 സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ആലപ്പുഴ ജില്ലയിലെ ഒരു അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ അക്കൗണ്ടന്റിന്റെ താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട്. യോഗ്യത ബികോം വിത്ത് ടാലിയും സർക്കാർ അല്ലെങ്കിൽ PSU അല്ലെങ്കിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികൾ എന്നിവയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയമാണ്. പ്രായപരിധി 2025 ജനുവരി 1 18 41 മധ്യയാണ്. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി അതാത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ ജനുവരി 14 മുമ്പായി നേരിട്ട് ഹാജരായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോട്ടയം ജില്ലയിൽ മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിലെ 71ാം നമ്പർ അങ്കണവാടിയിൽ ആരംഭിക്കുന്ന അങ്കണവാടി കം ക്രഷിൽ വർക്കർ ഹെൽപ്പർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. മീനച്ചിൽ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിര താമസക്കാരായ 18-നും 35-നും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. +2 പാസ്സായവർക്ക് വർക്കർ തസ്തികയിലേക്കും 10ാം ക്ലാസ് പാസ്സായവർക്ക് ഹെൽപ്പർ തസ്തികയിലേക്കും അപേക്ഷിക്കാം. 10ാം വാർഡിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അവസാന തീയതി ജനുവരി 16 വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ഇടുക്കി ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. നാഷണൽ ആയുഷ് മിഷൻ ജില്ലയിൽ കരാർ അടിസ്ഥാനത്തിൽ എക്സ്റേ ടെക്നീഷ്യൻ തസ്തികയിലേക്ക് ജനുവരി 12 രാവിലെ 11 മണിക്ക് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. ജില്ലാ ആയുർവേദ ആശുപത്രി അനക്സ് പാറേമാവിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വയസ്സ്, യോഗ്യത, അഡ്രസ് എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികളുമായി തൊടുപുഴ ഇടുക്കി ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഓഫീസിൽ ഹാജരാവണം. അഭിമുഖത്തിന് 15 പേരിൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ ഇന്റർവ്യൂ, എഴുത്തു പരീക്ഷ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. ഇടുക്കി ജില്ലയിലെ സ്ഥിര താമസക്കാർക്കായിരിക്കും മുൻഗണന. ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജി അല്ലെങ്കിൽ BSc MRT ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പ്രായപരിധി 40 വയസ്സ് കവിയരുത്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ഇടുക്കി ജില്ലയിൽ തന്നെ അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന്റെ കീഴിലുള്ള കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ കോവിൽക്കടവിൽ പ്രവർത്തിക്കുന്ന OP ക്ലിനിക്കിലേക്ക് ANM, ഫാർമസിസ്റ്റ്, അറ്റൻഡർ തസ്തികകളിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി PSC അംഗീകരിച്ച യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, മറ്റ് യോഗ്യതകൾ, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ ജനുവരി 12 വൈകുന്നേരം 5 മണിക്ക് മുൻപായി അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ നേരിട്ടോ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസ് 2ാം നില പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് അടിമാലി 685561 എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ബോർഡ് ലെക്ചറർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനുള്ള അഭിമുഖം ജനുവരി 13 രാവിലെ 10:30 മഞ്ചേരി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടക്കും. 14 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അംഗീകൃത നഴ്സിംഗ് കോളേജുകളിൽ നിന്നും നഴ്സിംഗ് വിഭാഗത്തിൽ PGയും KNMC രജിസ്ട്രേഷൻ നേടിയതുമായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പുകൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ കാർഡ് എന്നിവ സഹിതം ഹാജരാകണം. സർക്കാർ നഴ്സിംഗ് കോളേജിൽ നിന്നും യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ സ്വകാര്യ സ്വാശ്രയ നഴ്സിംഗ് കോളേജുകളിൽ നിന്നും യോഗ്യത നേടിയവരെയും പരിഗണിക്കുന്നതാണ്. അടുത്തത് മലപ്പുറം ജില്ലയിൽ ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ കുടുംബശ്രീ മുഖാന്തരം പെരിന്തൽമണ്ണ ബ്ലോക്കിൽ നടപ്പിലാക്കുന്ന SVEP പദ്ധതിയിലേക്കായി മൈക്രോ എന്റർപ്രൈസ് കൺസൾട്ടന്റുമാരെ നിയമിക്കുന്നുണ്ട്. +2 വിദ്യാഭ്യാസ യോഗ്യതയുള്ളതും 25-നും 45-നും ഇടയിൽ പ്രായമുള്ള കുടുംബശ്രീ അയൽക്കൂട്ട അംഗത്തിനോ അല്ലെങ്കിൽ കുടുംബാംഗത്തിനോ അല്ലെങ്കിൽ ഓക്സിലറി ഗ്രൂപ്പ് അംഗത്തിനോ അപേക്ഷിക്കാം. അപേക്ഷകർ പെരിന്തൽമണ്ണ ബ്ലോക്കിൽ ഉൾപ്പെട്ട ഗ്രാമപഞ്ചായത്തുകളിൽ സ്ഥിര താമസക്കാരായിരിക്കണം. താല്പര്യമുള്ളവർ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, വിശദമായ ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി എന്നിവ സഹിതം അതാത് ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ CDS ഓഫീസിൽ ജനുവരി 12 വൈകിട്ട് 5 മണിക്കകം സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട്
കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിൽ തൃക്കലങ്ങോട് പഞ്ചായത്തിലെ കരിക്കാട് അങ്കണവാടിയിൽ പുതുതായി ആരംഭിക്കുന്ന അങ്കണവാടി കം ക്രഷിലേക്ക് വർക്കർ തസ്തികയിൽ നിയമനം നടത്തുന്നുണ്ട്. കരിക്കാട് വാർഡിലെയോ 21, 19, 18 എന്നീ സമീപ വാർഡുകളിലെയോ സ്ഥിര താമസക്കാരായ +2 യോഗ്യതയുള്ള 35 വയസ്സ് കവിയാത്ത വനിതകൾക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ ജനുവരി 31 വൈകിട്ട് 5 മണിക്കകം വണ്ടൂർ അഡീഷണൽ ICDS ഓഫീസിൽ ലഭിക്കണം. അപേക്ഷാ ഫോമിന്റെ മാതൃക വണ്ടൂർ അഡീഷണൽ ICDS പ്രോജക്റ്റ് ഓഫീസിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ മാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസവേതനത്തിൽ HST മലയാളം നിയമനത്തിനുള്ള അഭിമുഖം ജനുവരി 9 രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ നടക്കും. താല്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ഇന്റർവ്യൂവിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.